ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമില്ല. നമ്മളെ ഹിദായത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന, ദൊലാലത്തിലേക്ക് പെടാതെ, ദൊലാലത്തിൽ വഴികേടിലേക്ക് എത്തിക്കാതെ നമ്മളെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ കാരണം അത് അറിവാണ്. ഇൽമുൻ നാഫിയാണ്. അറിവിനേക്കാൾ നമ്മളെ ഹിദായത്തിൽ പിടിച്ചു നിർത്തുന്ന മറ്റൊരു കാര്യം ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടില്ല. അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഹദീസ് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന് മുമ്പ് സിറാത്തുൽ മുസ്തഖീമിനെ പറ്റി പഠിപ്പിച്ചിരുന്ന ഒരു കാര്യം സ്വഹാബത്തിനോട് പറയുന്ന എന്താ? തറക്തുക്കും അലാ മഹജ്ജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. ഈ സിറാത്തുൽ മുസ്തഖീം, ഇസ്ലാം എന്നുള്ളത്, സലഫിയത്ത് എന്നുള്ളത്, അത് എങ്ങനെയാണ്? മഹജ്ജത്തുൽ ബൈദാ, തൂവെള്ള പാതയാണ്. എത്രത്തോളം വെളിച്ചമുണ്ട്? ലൈലുഹാ കനഹാരിഹ, അതിന്റെ രാത്രി പോലും വെളിച്ചം കൊണ്ട് പകല് പോലെ. അതിന്റെ രാത്രി പോലും വെളിച്ചത്തിന്റെ ആധിക്യം കാരണത്താൽ പകല് പോലെ തിളങ്ങി നിൽക്കുന്ന ഈ പാത, അതാണ് സിറാത്തുൽ മുസ്തഖീം. ഈ ഒരു പാത, വെളിച്ചം നിറഞ്ഞ വളവുകളില്ലാത്ത ഈ ഒരു പാത മുൻപിലുണ്ടായിരിക്കെ മറ്റ് എത്ര പാതകൾ, ഇരുട്ട് നിറഞ്ഞ വളവുകളുള്ള എത്ര പാതകൾ വന്നാലും ഒരാൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുകയുള്ളൂ? ഈ വളവില്ലാത്ത വെളിച്ചമുള്ള പാതയെ തിരഞ്ഞെടുക്കുകയുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് അധികം ആളുകളും ഈ നേരായ പാത തിരഞ്ഞെടുക്കാത്തത്? എന്തുകൊണ്ടാണ്? നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, വളരെ ഉറ്റാലോചിക്കേണ്ട വിഷയം. എത്രയധികം വഴികൾ അധികരിച്ചാലും, എത്ര അത് അലങ്കരിക്കപ്പെട്ടാലും, ഇരുട്ട് നിറഞ്ഞതാണെങ്കിൽ, വളവുകളുള്ള വഴികളാണെങ്കിൽ ഒരാളും എന്ത് ചെയ്യില്ല? ബുദ്ധിയുള്ള ഒരാളും ഈ നേരായ പാത, തെളിഞ്ഞ പാത, വെളിച്ചമുള്ള പാത വിട്ട് മറ്റേ പാതകൾ തിരഞ്ഞെടുക്കുകയില്ല. എന്നിട്ടും എന്തേ? നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. അതിനുള്ള ഉത്തരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ചിരുന്നുണ്ട്. എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവില്ലാത്ത ആളുകളെ, ദീനിനെ പറ്റി ഒന്നും അറിയാത്ത ആളുകളെ, ഒരു ചുക്കും പഠിച്ചിട്ടില്ലാത്ത ആളുകളെ അള്ളാഹു ഖുർആനിൽ പഠിപ്പിച്ചിരുന്നത് കണ്ണ് കാണാത്തവന്മാരെന്നാണ്. അന്ധന്മാർ, കണ്ണ് കാണാത്തവന് വെളിച്ചമുള്ള പാത എന്ത്, വെളിച്ചമില്ലാത്ത പാത എന്ത്, വളവുകളുള്ളതും വളവുകളില്ലാത്തതൊക്കെ സമാണ്. അവന് തൂവുള്ള പാതയാണെങ്കിൽ ഇരുട്ട് നിറഞ്ഞ പാതയാണെങ്കിലും ഒക്കെ അവനെ സംബന്ധിച്ചിടത്തോളം സമമാണ്. ഈ കണ്ണിന് കാഴ്ച ലഭിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിന് ബസീറത്ത് ലഭിക്കണമെങ്കിൽ അറിവ് പഠിച്ചാലേ മതിയാവുകയുള്ളൂ. പഠിക്കണം, നിർബന്ധമായിട്ട് പഠിക്കണം. ആരെങ്കിലും ഒരു പള്ളിയിൽ ഒരു ഉസ്താദ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ഓരോ മുസ്ലിം ആണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകൾ അത് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ അത് പഠിച്ചാലേ മതിയാവുകയുള്ളൂ. നമുക്കത് പഠിക്കാതെ അറിയുകയില്ല. എനിക്ക് എൻ്റെ റബ്ബിനോട് എന്തൊക്കെ ബാധ്യതകൾ, കടമകൾ പൂർത്തീകരിക്കാനുണ്ട്, അത് ആദ്യം പഠിക്കണം. അത് എങ്ങനെ പൂർത്തീകരിക്കണമെന്ന് പിന്നെ പഠിക്കണം. അത് പൂർത്തീകരിക്കുന്നതിൽ അഭാവങ്ങൾ സംഭവിച്ചെങ്കിൽ, പാകപ്പിഴവുകൾ സംഭവിച്ചെങ്കിൽ എന്താണ് പരിഹാരം, അതും പഠിക്കണം. ഇതൊക്കെ പഠിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേ നമ്മൾക്ക് ഈ വഴി, ശരിയായ വഴി, അതിൻ്റെ വെളിച്ചവും അതിൻ്റെ നേരായ, അതിന് വളവില്ലാത്ത രൂപമൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അറിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കണ്ണ് കാണാത്തവനാണ്. അതിന് വളവുണ്ടെങ്കിലും വളവില്ലാത്തതും വെളിച്ചമുള്ളതും വെളിച്ചമില്ലാത്തതൊക്കെ ഒരുപോലെയാണ്. അതുകൊണ്ട് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആരോടും എന്ത് ചെയ്യുന്നില്ല, എല്ലാവരോടും പഠിച്ച് വലിയ ആലിമുകളും അല്ലാമുകളും ആവണമെന്ന് പറയുന്നില്ല. നിങ്ങളുടെ ഡെയിലി ലൈഫ് എടുക്കുക, നിത്യജീവിതം എടുക്കുക. എല്ലാവരും സ്വന്തത്തെ പറ്റി മാത്രം ആലോചിക്കുക. മറ്റൊരാളെ പറ്റി എന്ത് ചെയ്യേണ്ട, കണക്ക് കൂട്ടേണ്ടതില്ല. മറ്റൊരാളെ പറ്റി ചിന്തിക്കേണ്ടതില്ല. കേൾക്കുമ്പോൾ എല്ലാവരും അവനവൻ്റെ ജീവിതത്തെ പറ്റി ആലോചിച്ച് നോക്കുക. എൻ്റെ നിത്യജീവിതത്തിൽ ഞാൻ ദീനിൻ്റെതായിട്ട് കണക്കാക്കുന്ന വിശ്വാസങ്ങൾ, ദീനിൻ്റെതായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കൃത്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് പരിശോധിക്കുക. ഞാൻ പറയുന്ന വാക്കുകൾ, ദീനിൻ്റെതായിട്ട് പറയുന്ന വാക്കുകൾ, സംസാരങ്ങൾ, പ്രവർത്തനങ്ങൾ, വിശ്വാസങ്ങൾ, ഇതെല്ലാം അറിവിൻ്റെ അടിസ്ഥാനത്തിലാണോ ആണോ അല്ല? നമ്മുടെ വിശ്വാസങ്ങൾ, അള്ളാഹുവിനെ പറ്റി നമ്മുടെ വിശ്വാസം എന്താ? നമ്മുടെ വല്യമ്മമാരോ വാപ്പയോ ഉമ്മയോ പറഞ്ഞെന്ന വിശ്വാസമാണ് അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള വിശ്വാസം. നമ്മുടെ നിസ്കാരം എന്താ? നാട്ടുകാർ നിസ്കരിക്കുന്ന നിസ്കാരമാണ് നമ്മുടെ നിസ്കാരം. ഒന്നും എന്തല്ല, അറിവിൻ്റെ അടിസ്ഥാനത്തിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് എന്തായിട്ടില്ല, കണ്ണിന് കാഴ്ച കിട്ടിയിട്ടില്ല. കണ്ണിന് കാഴ്ച കിട്ടാത്തിടത്തോളം അവൻ വഴികേടിൽ തന്നെയാണ്. അവനൊരിക്കലും എന്ത് ചെയ്യില്ല, അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടെങ്കിൽ ഹിദായത്തിലേക്ക് നിലനിർത്തുമെന്നല്ലാതെ അവൻ വഴിതെറ്റിപ്പോവാനുള്ള സാധ്യത അങ്ങേയറ്റം വലുതാണ്. എപ്പോൾ വേണമെങ്കിൽ വഴിതെറ്റിപ്പോവാം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു ചില ആളുകളെ പറ്റി ഒരറ്റത്ത് നിന്ന് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. എന്തെങ്കിലും ഒരു പ്രയാസം വന്നപ്പോൾ എന്ത് ചെയ്യും, വഴികളിലേക്ക് വീണു പോകും. അങ്ങനെ വീണു പോകുന്നത് ഇത്തരം ആളുകളാണ്, അറിവില്ലാത്ത ആളുകൾ. അപ്പോൾ വഴികേടിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ മുസ്ലിമും
ഈ ഇസ്ലാമിലായിക്കൊണ്ട് അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ തന്നെ അവനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ദീൻ പഠിച്ചുകൊള്ളട്ടെ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആയത്താണെന്ത്? ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായി ജീവിക്കുക എന്നുള്ളതല്ല പ്രയാസം, മുസ്ലിമീങ്ങളായിക്കൊണ്ട് തന്നെ മരണപ്പെടുക എന്നുള്ളതാണ് പ്രയാസം. അങ്ങനെ തന്നെ മരണപ്പെടണമെങ്കിൽ അറിവ് കൂടിയേ തീരൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറട്ടെ. ഒന്നാമത്തെ കാര്യം അതാണ്.